അപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷനെ പറ്റിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ, എപ്പോഴും തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. ഒന്നിലെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് റോസമൺ റിഡക്ഷൻ ആണ്. അതിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ട്, ആ റക്കം പറഞ്ഞുതരാം. അപ്പൊ നോക്കി അതിന്റെ അകത്ത് ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോക്ക് അത് പഠിച്ചായിരുന്നു. ബെൻസീനിലെ COCl വന്നത് എന്താന്ന് പറഞ്ഞായിരുന്നു? ആസിഡ് ക്ലോറൈഡ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ബെൻസീനിൽ CH വന്നാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. CH എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്, ബെൻസീനകത്ത് CH വന്നാൽ ബെൻസാൽഡിഹൈഡ് ആണ്. ഇവിടെ നോക്കുക, ആസിഡ് ക്ലോറൈഡിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ പറഞ്ഞ പേരാണ് റോസമൺ റിഡക്ഷൻ. എവിടെ റിഡക്ഷൻ നമ്മുടെ റിയാക്ഷന്റെ പേരുണ്ടോ അവിടെ ആരുണ്ട്? അവിടെ ഹൈഡ്രജൻ ഉണ്ട്. എവിടെ റിഡക്ഷൻ ഉണ്ടോ അവിടെ ഉറപ്പായിട്ടും ഇൻ പ്രസൻസ് എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ ബെൻസീനിന്റെ COCl എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ് ആണ്. എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജന്, PD എന്ന് പറഞ്ഞാൽ പലേഡിയം, BaSO4 എന്ന് പറഞ്ഞാൽ ബേരിയം സൾഫേറ്റ്. ഈ 3 സാധനങ്ങൾ ചേർത്താൽ ഈ വട്ടോട്ട് വെച്ചാണ് COCl എന്നുള്ള ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ എന്ത് കയറി എന്ന് പറഞ്ഞാൽ CHO കയറി വരും. ബെൻസീനിന്റെ CH വന്നാൽ ബെൻസാൽഡിഹൈഡ്. വളരെ എളുപ്പമാണ് കേട്ടോ, പഠിക്കാൻ എളുപ്പമുണ്ട്. ഫസ്റ്റ് വീഡിയോക്കകത്ത് പഠിച്ച ഇവരുടെ രണ്ടുപേരുടെ ജനറൽ ഫോർമുല അറിഞ്ഞാൽ മാത്രം നമുക്ക് ഇത് കണക്ട് ചെയ്ത് പഠിക്കാവുന്നുള്ളൂ. അപ്പൊ ബെൻസീനിന്റെ COCl എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിഡ് ക്ലോറൈഡ് ആണ്. അതിന്റെ അകത്തേക്ക് ഹൈഡ്രജൻ, പലേഡിയം, BaSO4 ചേർത്താൽ ഇത് ഫുള്ള് മാറിയിട്ട് അവിടെ എന്ത് കയറി വരും? ബെൻസീനിന്റെ CH കയറി വരും. ഓർത്തിരിക്കുക, ആസിഡ് ക്ലോറൈഡിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ പറഞ്ഞ പേരാണെന്ത്? റോസമൺ റിഡക്ഷൻ. എവിടെ റിഡക്ഷൻ ഉണ്ടോ അവിടെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ.